ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ദിവസം നമ്മൾ ന്യൂസിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്തയാണല്ലോ സ്വർണത്തിന്റെ വില വർധനവിനെ കുറിച്ച്. സ്വർണം വില വാനോളം ഉയരുന്നു, പിന്നെ അല്പം താഴോട്ട്, വീണ്ടും മുകളിലേക്ക് എന്നൊക്കെ ലേഖകന്മാരുടെ ഭാവനക്കനുസരിച്ച് ദൃശ്യ, ശ്രവ്യ, അച്ചടി എല്ലാവിധ മാധ്യമങ്ങളും ഈ ന്യൂസ് സ്ഥാനം പിടിക്കാറുണ്ട്. അല്ലാതെ ഇതൊരു തെറ്റായ വാർത്തയാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ലോകത്തൊട്ടുക്കും ഉള്ള ജനങ്ങൾ ഒരു തരിയെങ്കിലും കൈവശം വെക്കുകയും സമ്പാദ്യം, ആഭരണം എന്നൊക്കെയുള്ള ഇനത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ മഞ്ഞലോഹം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലോകശ്രദ്ധ നേടുന്നതും. എന്നാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത് ഒരു നദിയിൽ നിന്ന് അരിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇനി വിശ്വസിച്ചേ പറ്റൂ. ജാർഖണ്ഡിലെ സുബർണരേഖ എന്ന നദിയിലാണ് സ്വർണത്തരികൾ ലഭിക്കുന്നത്. ഇതൊരു ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു പ്രതിഭാസം, ഒരു കാര്യവുമല്ല. ഇതാ നദിയുടെ അത്രത്തോളം തന്നെ ഈ സ്വർണം അരിച്ചെടുക്കലിനും പഴക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗോത്രവർഗക്കാർ, പ്രാദേശികമായി അവിടെയുള്ള ആളുകൾ ഒക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു പുതിയ സംഭവമല്ല. ഇത് നമ്മുടെ സ്വർണത്തിൻ്റെ ഈ വിലയെക്കുറിച്ചും സ്വർണത്തിൻ്റെ വാർത്തകൾ നിരന്തരം വരുന്നത് കൊണ്ടും ഇതൊന്ന് ഓർത്തെടുത്തു എന്ന് മാത്രം. പ്രദേശവാസികൾ അരിപ്പ പോലത്തെ പാത്രങ്ങൾ ഉപയോഗിച്ച് നദിയിലെ മണ്ണ് കോരിയെടുത്ത് അതിൽ നിന്ന് സ്വർണത്തിൻ്റെ മിശ്രിതം വേർതിരിച്ചെടുക്കുന്നു എന്നതാണ്. എന്നാൽ ഇതൊരു വലിയ ബിസിനസ് അല്ല. ഒരാളുടെ ദിവസത്തെ കൂലി ലഭിക്കും എന്നാണ് അറിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അരിപ്പയും ആയി നദിയിലേക്ക് പോകുന്നയാൾക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ തീർച്ചയായും ഒരു ദിവസത്തെ കൂലി ലഭിക്കും എന്നാണ് ഈ മേഖലയിലെ ജോലി ചെയ്യുന്നവർ പറയുന്നത്. വ്യാവസായികമായിട്ടല്ലെങ്കിലും ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എങ്ങനെയാണ് ഈ നദിയിൽ സ്വർണത്തിന്റെ അംശം ഉൾപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായത്, ധാതുക്കളാൽ സമ്പുഷ്ടമായ പാറക്കെട്ടിലൂടെ കടന്ന് പോകുന്നതിന്റെ ഫലമായിട്ടാണ് നദിയിൽ സ്വർണത്തിന്റെ കണികകൾ കാണുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതെന്ന് അല്ലാത്തതുകൊണ്ട് ഇത് കേട്ടുകേൾവി മാത്രമാണ് എന്നും ഇവിടെ പ്രത്യേകമായി ഉണർത്തട്ടെ. ശാസ്ത്രീയമായി പഠനം നടത്തി തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും കുറേ ആളുകൾ ഈ സ്വർണ തരികൾ അരിച്ചെടുത്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ സ്വർണം അരിക്കൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. അവർക്ക് കുറഞ്ഞതാണെങ്കിലും പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്ന് ആരംഭിക്കുന്ന നദി പശ്ചിമ ബംഗാളിലൂടെ ഒഡീഷയിലെത്തി സമുദ്രത്തിൽ ചേരുന്നു. കുതിക്കുന്ന സ്വർണവിലയിൽ ദിവസവും വാർത്തകൾ വരുമ്പോൾ ഇങ്ങനെയും ഒരു സന്തോഷം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോഴതൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം. ഇത് ശാസ്ത്രീയമായി ഈ നദിയിൽ എങ്ങനെ സ്വർണത്തിന്റെ കണികകൾ എത്തപ്പെട്ടു, അത് ഒറിജിനൽ സ്വർണം തന്നെയാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ അത് വിപണനം നടക്കുന്നത്, അതിൽ സംശയമില്ല. പക്ഷേ ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇതിന്റെ ആധികാരികതയിലേക്ക് നമുക്ക് കടക്കുവാൻ സാധ്യമല്ല. എങ്കിലും ഇത് സ്വർണം തന്നെയാണ്. ഇത് ഇവർ അരിച്ചെടുക്കുന്നു, ഇവർ വിപണനം നടത്തുന്നു, ഇവർക്ക് അതിന് പരിമിതമാണെങ്കിലും കൂലി ലഭിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് ശാസ്ത്രീയമായി ഇനിയും തെളിയിക്കേണ്ടതുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഈ സ്വർണത്തിന്റെ വില ദിവസം ചെല്ലുന്തോറും വർദ്ധിക്കുന്നതിനെപ്പറ്റി നമ്മൾ വാർത്തകളിൽ ദിവസവും ശ്രദ്ധിക്കുമ്പോൾ അതേക്കുറിച്ചുള്ള ഒരു അനുബന്ധ വാർത്ത എന്നതിലുപരി ഇതിന് മറ്റു പ്രാധാന്യങ്ങളില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക്, പ്രദേശവാസികൾക്ക്, ഗോത്രവർഗക്കാർക്ക് ഒക്കെ ഇത് ഒരു അനുഗ്രഹമാണ്. അവർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ വാർത്തയും
നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത്. തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.